ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുഡിംഗ് ആണ്. അപ്പോൾ അതിനാദ്യം വേണ്ടത് പാലാണ്, പിന്നെ കസ്റ്റാർഡ് പൗഡർ, പഞ്ചസാര, കാഷ്നട്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ കരിക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ല പാലാണ്. പാല് അളവൊന്നും എടുക്കുന്നില്ല, ആവശ്യത്തിന് പാലെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റാർഡ് പൗഡറാണ്. ഞാൻ എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടണം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചധികം പഞ്ചസാര ഇടുന്നുണ്ട്, കാരണം ഞങ്ങളെല്ലാവരും ഇവിടെ മധുരപ്രേമികളാണ്. അതുകൊണ്ട് പഞ്ചസാര നന്നായി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാൻ എടുത്ത് ചൂടാവാൻ വയ്ക്കാം. ചൂടായ പാനിലോട്ട് ഒരു ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കാം. പാല് നന്നായി തിളച്ചതിന് ശേഷം മാറ്റി വെച്ച ആ മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്യുമ്പോൾ കൈവിടാതെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം, കാരണം ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് കട്ട പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുറുക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനായിട്ട് ഏതെങ്കിലും ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബാറ്റർ നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ആവശ്യമായ ഫ്രൂട്ട്സ്, നട്ട്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വാനില കസ്റ്റാർഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായ ഒരു പുഡിംഗ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. താങ്ക്